നമസ്കാരം. നമ്മളിപ്പോൾ കാക്കയഞ്ചാലുള്ളത് കാക്കയഞ്ചാല ഇറക്കത്തിൽ നമ്മുടെ കമ്പല്ലൂർ ബസ് ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ കടകളിലൊന്നും ആരുമില്ലാത്തത് വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. കാരണം ഇവിടെ നിന്ന് വരുന്ന ടേൺ ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ടേൺ ചെയ്ത് വന്ന വണ്ടി നിയന്ത്രണം നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു ഓട്ടോ, ഒരു സ്കൂട്ടി ഇതിലൊക്കെ തട്ടി ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് അടക്കം അടിച്ച് തകർത്ത് അതിനുശേഷം ഇവിടെ തൊട്ടടുത്ത രണ്ട് കടകൾ ഇപ്പോൾ നിശേഷം തകർന്നിരിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണുള്ളത്. എന്തോ ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളൊന്നും ഇല്ലാത്തത് വലിയ ഭാഗ്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമ്മളിവിടെ ദൃക്സാക്ഷികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്താണ് ഇവിടെ സംഭവിച്ചതെന്നത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. കാക്കയഞ്ചാൽ സെൻറ് മേരീസ് ദേവാലയത്തിന് മുന്നിലുള്ള ഈ ഒരു വളവിലാണ് ഇന്ന് അപകടത്തിൽപ്പെട്ടത്. കമ്പല്ലൂർ പയ്യന്നൂർ റൂട്ടിലോടുന്ന അശ്വനി ബസ്സാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. അവിടെ നിന്ന് കടന്നു വന്ന ബസ് രണ്ട് വാഹനങ്ങൾ ഇടിച്ചതിന് ശേഷം ഈ കാണുന്ന കടയിലേക്ക് ഇടിച്ച് കയറുകയാണ് ഉണ്ടായത്. ഇവിടെ ഇത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളാണ് തകർന്നിരിക്കുന്നത്. ഏരിയയിൽ എന്ന് പറയുന്നത് നിരന്തരമായി അപകടം സംഭവിക്കുന്ന ഒരു ഏരിയയാണ്. അടിയന്തരമായിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തി ഈ റോഡിന്റെ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയോ വളവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ വൻ അപകടം നടക്കും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഇവിടുന്ന് ഒഴിവായത്. അല്ലെങ്കിൽ കടകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും കുട്ടികളും ആയി ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ പോകുന്ന സ്കൂളിന്റെ അടുത്ത് അതിലേക്ക് പോകുന്നതായിരുന്നു. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു അപകടം കുറഞ്ഞിരിക്കും. ഇന്നത്തെ ഈ അപകടത്തിൽ ഓവർ സ്പീഡാണ് ഇവിടെ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഓവർ സ്പീഡാണ്. മറ്റു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഇടിക്കുകയും ഓട്ടോറിക്ഷ കഴിഞ്ഞതിന് ശേഷം സ്കൂട്ടിക്ക് ഇടിക്കുകയും അതിനുശേഷമാണ് ഈ കടയിലേക്ക് അടിച്ചു കയറിയിട്ടുള്ളത്. അതുകൊണ്ട് ഓവർ സ്പീഡ് തന്നെയാണ്. ഇതിൽ സ്പീഡ് നിയന്ത്രിക്കാനിൽ എന്തെങ്കിലും ഒരു ഇത് ഇവിടെ കൊണ്ടുവന്നേ പറ്റൂ. ഈ വളവിൽ അപകടത്തിൽ പരിക്കേറ്റ ജോഷിയാട്ടും അതോടൊപ്പം ദൃക്സാക്ഷിയും കൂടിയാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, എന്താ സംഭവിച്ചത്? ഞാൻ ഓട്ടോറിക്ഷ ഇടിക്കുന്ന സൗണ്ട് കേട്ട് നോക്കുമ്പോൾ ഓട്ടോറിക്ഷ നടുക്ക് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബസ് വളരെ സ്ലോ ആയിട്ടാണ് വന്നത്. നമ്മൾ നടന്നു വരുന്ന പോലെ സ്പീഡിൽ നടന്നു വരുന്ന പോലെ ബസ് വന്നത്. അതുകൊണ്ട് അത് കഴിഞ്ഞപ്പോൾ സ്കൂട്ടിക്ക് ഇടിച്ചു. സ്കൂട്ടിയിലെ ആള് ഇതിലെ പോയതെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിത് ശകലം ബോധം കുറഞ്ഞു പോയായിരുന്നു. എന്നാലും ഞാനിതിലെ നടന്ന എല്ലാം നോക്കിയതിന് ശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത്. കുറച്ച് ആൾക്കാർക്ക് 5-8 പേർക്ക് പരിക്കുണ്ടെന്നാ പറയുന്നത് കേട്ടത്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ആശുപത്രിയിൽ നിന്ന്. അപകട കാരണം മറ്റുള്ളവർ പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞത് പാടിച്ചാലില് ബസ് സ്റ്റാൻഡിൽ കയറാതുകൊണ്ട് ഓവർ സ്പീഡിൽ വന്നു. എന്നാലും പക്ഷെ ബസ് ഇവിടെ വരുമ്പോ സ്പീഡ് കുറവായിരുന്നു. വളരെ സ്ലോയിലാണ് വന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിവിടെ വന്ന് ഇടിക്കുമെന്ന് പോസ്റ്റ് ഇടിക്കുമെന്ന് വിചാരിച്ചെന്റെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. നേരത്തേക്ക് എന്റെ കടയിൽ ഇടി കഴിഞ്ഞ് എന്റെ തലയിലോട്ട് ഒരു എന്തോ സാധനം വീണു. അത്ര ചെറുക്കനായിരിക്കണം. ചെറിയൊരു അടിയാണെങ്കിൽ ഇത്രയും രണ്ട് പോസ്റ്റും തകർത്ത് അത്രയും കടയും അല്ല ബസ് അത്രയും ലോഡല്ലേ, ബസ് ഫുൾ ആളല്ലേ. അതുകൊണ്ട് ബസ് പറയുന്നത് നിൽക്കുമല്ലോ. ചെറിയ സ്പീഡായിരുന്നു, വലിയ സ്പീഡല്ലായിരുന്നു. അതുകൊണ്ടാണ് ബസ് മറിയാതെന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെ അപകടത്തിൽ ഏകദേശം 9ഓളം ആൾക്കാർക്കാണ് പരിക്കേറ്റതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു ഓട്ടോയെയാണ് ആ വാഹനം ആദ്യം ഇടിച്ചത്. അവിടെ നിന്നൊരു KSRTC ബസ് ഇങ്ങോട്ട് വന്നു. അതിനെ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടം സംഭവിച്ചതെന്ന് നാട്ടുകാർ ഇവിടെ പറയുന്നുണ്ട്. വിദഗ്ധ ചികിത്സക്കായി കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് വാഹനം അറിയാൻ കഴിഞ്ഞത് ഇവിടെ കൺട്രോൾ തെറ്റി അതിനുശേഷം ഇവിടെയൊക്കെ അപകടത്തിന് പെട്ട വാഹനങ്ങളുടെ ചില്ലുകളാണ് കിടക്കുന്നത്. അത്രയും ദൂരം പോയി അവിടെ രണ്ട് ഇലക്ട്രിക് പോസ്റ്റ് തകർത്ത് അതിനുശേഷമാണ് വാഹനം നിന്നത്. ഇടിച്ച് കയറി നിൽക്കുകയാണ് ചെയ്തത്. മലയോരത്തിന്റെ വാണിജ്യ കേന്ദ്രമായ പാടിയോട്ടുചാലിൽ ലേഡീസിന് മാത്രമായി ഒരു വസ്ത്ര വ്യാപാര കേന്ദ്രം അൻവി ടെക്സ്റ്റൈൽസ്, പഴയ ബസ് സ്റ്റാൻഡ്, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ലേഡീസിന് മാത്രമായി ഏറ്റവും പുതിയ മോഡലുകൾ, ചുരിദാർ സെറ്റുകൾ, കുർത്ത, ടോപ്പുകൾ, ഫാൻസി ഷാളുകൾ മുതലായവ ഏറ്റവും മിതമായ നിരക്കിൽ നിങ്ങളിലേക്ക്. അൻവി ബിയോണ്ട് ദ ലൂം, ഗാലക്സി കോംപ്ലക്സ്, പാടിയോട്ടുചാൽ. ഫോൺ 9964670511.